ഹലോ എല്ലാവർക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പാറമടയിലാണ് മീൻ പിടിക്കാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളങ്ങനെ വന്ന് വൈക്ക് തന്നെ അതാ ഒരു കണ്ണനെ അവിടെ ഇങ്ങനെ പൊന്തി നിൽക്കുന്നത് കാണാണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, സ്ലിംഗ് ഷോട്ടൊക്കെ റെഡിയാക്കി സെറ്റായി കണ്ട് അതിനെ എയിം ചെയ്യാന്നുള്ള നിലക്ക് വന്ന്. പക്ഷേ വരുന്ന വൈക്ക് നമ്മൾ നിൽക്കുന്നതിൻ്റെ അടിയിൽ നിന്ന് വെള്ളത്തിൻ്റെ തെല്ലത്തു നിന്ന് തന്നെ ഒരു മീനോട് മിസ്സായി പോയി. നമുക്ക് എയിം ചെയ്യാനോ ഒന്നും ഗ്യാപ്പൊന്നും കിട്ടിയിട്ടില്ല, വന്നപാട് പോവുകയാണ് ചെയ്ത്. അപ്പോൾ അങ്ങനെ നമ്മൾ ആദ്യം കണ്ടതിന് തന്നെ നമ്മൾ എയിം ചെയ്ത് നോക്കി, പക്ഷേങ്കിൽ കൊണ്ടില്ല. നല്ല ഉന്നുള്ളതുകൊണ്ടാണ് തോന്നുന്നു, കൊണ്ടില്ല കേട്ടോ. അപ്പോൾ പിന്നെ എന്താക്കി, നമ്മൾ വന്ന് പണിക്കണ്ട് നിൽക്കാമെന്ന് കരുതിയിട്ട് സ്ലിംഗ് ഷോട്ടും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, തീറ്റൊക്കെ റെഡിയാക്കി സെറ്റാക്കിയിട്ട് ചൂണ്ടിൽ എറിഞ്ഞിട്ടിട്ടുണ്ട്. അതങ്ങനെ ചൂണ്ടിലൊക്കെ എറിഞ്ഞ് ആദ്യത്തെ മീൻ അടിച്ചിട്ടുണ്ട്. നമ്മൾ വലിയ മീനൊക്കെ ഈ കാലം കരുതിയിട്ട് ഇങ്ങനെ എടുത്ത് നോക്കിയതാണ്. പക്ഷേങ്കിൽ നോക്കിക്കോളി എന്താ കിട്ടിയിരിക്കണത്, സിലോപ്പി, ഗിഫ്റ്റ് സിലോപ്പി എന്നൊക്കെ പറഞ്ഞ സാധനം. വലിയ വലിപ്പമുള്ളതൊന്നുമല്ല, ഒരു ചെറുത് വരണം. ചവിട്ടല്ലോ കേട്ടോ. ഇനി അടുത്ത മീൻ കിട്ടണമെങ്കിൽ നമുക്കൊരു സർപ്രൈസ് ഉണ്ട്. അപ്പം അങ്ങനെ നമുക്കൊരു ചൂണ്ടലിപ്പോൾ 3 മീൻ ഒറ്റ തവണ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അതാ പിള്ളേരൊക്കെ ചൂണ്ടലിടുന്നുണ്ട്, ഭയങ്കര ഉഷാറിലാണ് പിള്ളേരൊക്കെ. അപ്പം നമ്മളങ്ങനെ സ്പൈഡ് റോക്ക് എറിഞ്ഞിട്ട് നിൽക്കുന്ന ഗ്യാപ്പിൽ നമ്മൾ എന്ത് ചെയ്തു, പോൾ റോഡുമ്പോൾ അതേമാതിരി തീച്ചിട്ടും കണ്ട് ചൂണ്ടലിടാണ്. ഇത് ചെറുതാണ്, ഇതിന് നമ്മൾ തിരിച്ചു വിടുന്നതാണ്. വിടും മണ്ട കണക്കിൽ ഇത് എത്ര വലിപ്പമാണെന്നറിയാം എനിക്ക്. അപ്പൊ നമുക്ക് കിട്ടിയ ചെറിയ കണ്ണനാണ്, തല ഉണ്ട് പക്ഷെങ്കിൽ കൊടരില്ല. അപ്പൊ വലുതാക്കാൻ വേണ്ടി വീടാണ്. കണ്ടോളിയും കണ്ണന്മാർക്ക് നമ്മളെ കൊഞ്ഞനും കുത്തി കാണിക്കാതെ തോന്നണോ. അങ്ങനെ വീണ്ടും നമ്മൾ തീറ്റൊക്കെ എറിഞ്ഞിങ്ങാണ്ട് ചൂണ്ടയിട്ടിട്ടുണ്ട്. ചൂണ്ടൽമ എന്തോ മീനുണ്ട്, പൊന്തൊക്കെ നല്ല വലിച്ചുകൊണ്ടുണ്ട്. സിലോപ്പി തന്നെ ആവും, വേറൊന്നും കിട്ടണമൊന്നും കാണാനില്ല. കട്ടിലും രോഗമൊക്കെ ഉണ്ട്, പക്ഷേങ്കിൽ ഇവരൊന്നും തീറ്റ എടുക്കണില്ല. എന്തുകൊണ്ടാണെന്ന് അറിയൊന്നുമില്ല, ഒന്നും തീറ്റ എടുക്കണില്ല. ഈ സിലോപ്പി സിലോപ്പി തന്നെയാണ് അയിമയുള്ളതും. അപ്പോൾ അത് നമ്മൾ ചൂണ്ടലിലൊക്കെ നിർത്തിയിട്ടുണ്ട്. നമുക്ക് കിട്ടിയ മീനാണ് കാണുന്നത്. അങ്ങനെ നമ്മൾ മീനൊക്കെ എടുത്തുകൊണ്ട് പെരിക്ക് പോകുന്നു. നമ്മളൊരു കണ്ണനുള്ള പിടിച്ചിട്ട് കേട്ടോ, ബാക്കിയൊക്കെ സിലോപ്പിയാണ്. അങ്ങനെ മീനൊക്കെ കൊടുന്ന് മീനൊക്കെ അതാ നല്ല സെറ്റാക്കി നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. മീൻ കാണുന്ന മാതിരി ഒന്നുമല്ല, കത്രികൊക്കെ വെട്ടാൻ നല്ല ബുദ്ധിമുട്ട് തന്നെയായിരുന്നു കേട്ടോ. അത്യാവശ്യം എല്ലുവില നല്ല ഉണ്ടായിരുന്നു. നല്ല മുള്ളുറപ്പുണ്ടല്ലേ. കുത്തിക്കോ. അപ്പോൾ അത് മീനൊക്കെ നമ്മൾ നന്നാക്കിയിട്ടുണ്ട്. നടു പൊളിച്ചേക്കുന്ന മീനെ നടു പൊളിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മസാല നേരെ പിടിക്കും. അപ്പോൾ ഗ്രില്ല് ചെയ്യുകയാണെങ്കിലും അതല്ല തവ ഫ്രൈ ആണെങ്കിലും ഒക്കെ നന്നായിട്ട് വേവും ചെയ്യും, നല്ല മസാല പിടിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ മസാല ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ഇതാ മസാല, എന്താ കളറ് മസാലയുടെ ഇൻഗ്രീഡിയൻസ് വേണമെന്നുള്ളവർക്ക് ചോദിക്കട്ടോ, നമ്മൾ പറഞ്ഞിരുന്നതാണ്. അങ്ങനെ നമ്മൾ മസാല ഒക്കെ കൂട്ടിയിട്ട് മീൻ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. മീൻ മസാല പിടിക്കാൻ ബെറ്ററാണ് കുറച്ച് ശരി നിന്ന് കഴിഞ്ഞാൽ. അതൊക്കെ എപ്പോഴും നമ്മൾ നല്ല ചിരട്ട കൊടുന്ന് കണലുണ്ടാക്കുകയാണ്, കത്തിച്ച് കണലുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളെ കണലൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഗ്രില്ല് വെക്കാൻ പോവുകയാണ്. ഗ്രില്ല് വെക്കണ അതേ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത് അറിയോ, ഒരു മീനിനെ അവിടെ തവ ഫ്രൈയും ചെയ്യുന്നുണ്ട്.
അതും തവേന് സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എങ്ങനെ ഇരിക്കണേ? അപ്പോൾ ഗൈസ് നമ്മളെ തവ ഫ്രൈ മൂഞ്ചി പോയി. അപ്പോൾ അവിടെ ഗ്രില്ലിലിരിക്കുന്ന മീനെ നന്നായിട്ട് വീശി കൊടുക്കുന്നുണ്ട്. മീനെ ചൂടെടുത്തിട്ടാ തോന്നുന്നു. അപ്പം നമ്മൾ ഗ്രില്ലിൽ ആദ്യം വെച്ച മീന് വേവലും കഴിഞ്ഞിക്കണു, തിന്നലും കഴിഞ്ഞിരിക്കണേ. മീനിൻ്റെ ടേസ്റ്റ് കൊണ്ടുണ്ടല്ലേ, മീനിൻ്റെ മുള്ളടക്കം വെറുതെ വിടുന്നില്ല കുട്ടികളൊന്നും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. മറ്റുള്ള ഫ്രണ്ട്സിലേക്ക് എത്തിക്കാനും തീരെ മറക്കരുത്. സെറ്റ്